ഇങ്ങനെ ചേർന്ന് കിടക്കുക. അച്ഛൻ്റെ കിടപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയത്. അങ്ങനെ അമ്മയ്ക്ക് അച്ഛൻ ആരാ ആരാ ഒന്നും അറിയില്ല. ഒരാൾ. പിന്നെ അത് കഴിഞ്ഞ് അതും അറിയാൻ മേലാതായി. അതൊരു 10-15 ദിവസമേ ഒരാളെന്നൊക്കെ പറഞ്ഞ് പിന്നെ വിഷുവിൻ്റെ അന്ന് ഒരു April 14 എന്തോ രാവിലെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കഴിച്ചിട്ടില്ല. പിന്നെ എല്ലാം ട്യൂബിൽ കൂടെ ഒന്നും അറിയില്ല. ഇറക്കാൻ അറിയില്ല. വെള്ളം ഇറക്കാൻ മേല. പക്ഷെ അച്ഛൻ അടുത്തൊന്നും മാറിയിട്ടില്ല. പിന്നെ മരിക്കുന്നത് 23-ാം തീയതി. രാജീവ് ഗാന്ധി മരിച്ചു. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ രാത്രി വെളുപ്പാങ്കാലം അപ്പോൾ അനൗൺസ് ചെയ്തുകൊണ്ട് പോയി രാജീവ് ഗാന്ധി കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം മൈക്കിൻ്റെ ശബ്ദം കേട്ട് അപ്പം ഞാനന്ന് മുകളിൽ വെറും പുറത്ത് കിടക്കും. ഈ തൊട്ടടുത്ത് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ കറണ്ട് പോയി. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഇടിവെട്ടി മഴ. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ ടോർച്ചൊക്കെ ഇങ്ങനെ അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചെന്നച്ഛൻ അല്ലേടാ, ചിലപ്പോഴേ ഈ ഇടിവെട്ടും ഇങ്ങനത്തെ ഈ ചില കലാമിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവള് ഭേദമായെങ്കിൽ. ഒരിക്കലും ദൈവത്തെ വിളിക്കാത്ത അച്ഛന് ഈ ഇടിമിന്നലിലും ഭൂമിയുടെ ഈ മാറ്റത്തിലും ഒക്കെ എവിടെയോ ദൈവത്തിനെ കണ്ടുപോയോ എന്ന് ഞാൻ സംശയിച്ചു. അങ്ങനെ 23 മരിച്ചു.